കുറേ നാളുകൾക്ക് ശേഷം അടുത്തുള്ള നഴ്സറിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോട്ടായതുകൊണ്ട് കോബ്ര ഫാൻ കണ്ടെങ്കിലും മേടിക്കാൻ ഒത്തില്ല. അല്ലറ ചില്ലറ ചെടി പൊക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ദയനീയ അവസ്ഥയിലുള്ള പീസ് ലില്ലി എനിക്ക് കിട്ടുന്നത്. ഇലകളൊക്കെ ഏതോ പുഴു തിന്ന രീതിയിലും മൊത്തത്തിൽ ആ ചെടി ആ ചട്ടിയിൽ തിങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. 4-5 ദിവസം മുമ്പ് തന്നെ ഞാൻ പോട്ട് മിക്സ് ഒക്കെ റെഡിയാക്കി പോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഭാവിയിൽ ചെടി മേടിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നേ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് അധികം കഷ്ടപ്പെട്ടു ആ ചെടീനെ ആ പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം അതിൻ്റെ വേരുകളൊക്കെ കണ്ടമാനം വളർന്നിട്ട് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഹോളിൽ കൂടെ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ചെടി അല്ലായിരുന്നു കേട്ടോ, 2 ചെടി ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ ചെടി പുറത്തെടുത്ത് നോക്കിയപ്പോൾ ശരിയായിരുന്നു കേട്ടോ. അതിൻ്റെ വേരുകളൊക്കെ കണ്ടമാനം വളർന്ന് വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ശേഷം അതിൽ കുരുങ്ങിക്കിടന്നിരുന്ന വേരുകളെയൊക്കെ ഞാൻ പിരിച്ചെടുത്തിട്ട് മണ്ണൊക്കെ പയ്യെ തോണ്ടി മാറ്റി ആദ്യം ആ ചെടികളെ രണ്ടും വേർതിരിച്ചെടുക്കാൻ ഞാൻ നോക്കി. അങ്ങനെ കഠിന പരിശ്രമത്തിനൊടുവിൽ ഞാൻ ആ ചെടികളെ രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തു. ധാരാളം വേരുകൾ ഉണ്ടായിരുന്നെങ്കിലും പഴയ വേരുകളൊക്കെ ഞാൻ വെട്ടിമാറ്റി പുതിയ ഹെൽത്തി ആയിട്ടുള്ള വേരുകൾ മാത്രമേ ഞാൻ വെച്ചുള്ളൂ. പ്രൂണിങ് ഷെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്ന വീട്ടിലെ കത്രിക കൊണ്ടാട്ടോ ഞാൻ വേരുകളും അതുപോലെ ഡാമേജ് ആയിട്ടുള്ള ലീഫുകളും കട്ട് ചെയ്ത് കളഞ്ഞത്. അങ്ങനെ വീണ്ടും കുറച്ച് സമയമെടുത്ത് വേരുകളും ഇലകളും വേണ്ടാത്ത പൂക്കളും, വേറെ പൂക്കളൊക്കെ ഇനി വരുമല്ലോ, അതുകൊണ്ട് വേണ്ടാത്ത പൂക്കളെല്ലാം മുറിച്ചു മാറ്റി സുന്ദര കുട്ടപ്പനാക്കി ഒന്നോടെ പോട്ടിംഗ് മിക്സ് ഞാൻ വീണ്ടും മണ്ണ് കൊണ്ട് മിക്സ് ചെയ്ത് ഞാൻ തിരിച്ച് ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മുടെ ചെടികളിൽ ഒരുത്തനെ അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചു. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം പീസ് ലില്ലിയുടെ സിൽവർ സ്ട്രീക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കണ്ടെങ്കിലും ഗൂഗിളിൽ കണ്ട ഫോട്ടോ വെച്ച് നോക്കുമ്പം 11 ആൾ ചെറുതാ. പിന്നെ ഇവന്മാരുടെ കൂട്ടത്തിൽ ഒരു മോൺസ്റ്ററുടെ കുട്ടീനെ കൂടി ഞാൻ പൊക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ ചട്ടിയിലാക്കുന്നത് അടുത്ത വീഡിയോ കാണിച്ചു തരാം.